രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. 7 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അതിൽ കേരളം 2ാം ഘട്ടത്തിലാണ്. ഏപ്രിൽ 26-നാണ് തെരഞ്ഞെടുപ്പ്. ജൂൺ 4-ന് വോട്ടെണ്ണൽ. നമ്മൾ വിവിധ ജില്ലകളിലെ വിവരങ്ങളിലേക്കാണ് പോകുന്നത്. ഇനി പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്ക്. സലിം മാലിക്കുണ്ട് വിശദാംശങ്ങളുമായി. സലിം, തിരുവനന്തപുരം സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു ജില്ല കൂടിയാണ്. തലസ്ഥാന ജില്ല എന്നതിനപ്പുറത്തേക്ക് ഇവിടെ പോരാട്ടം നടത്തുന്ന 3 കരുത്തന്മാർ തമ്മിലാണ്. 3 തവണ തുടർച്ചയായി ഈ ജില്ലയെ പ്രതിനിധീകരിച്ച ഡോക്ടർ ശശി തരൂർ, ഒപ്പം തന്നെ മുൻ MP ആയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ, കൂടാതെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇറക്കിയുള്ള ഒരു ത്രികോണ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൽ വിവിധ മുന്നണികളുടെ പ്രതീക്ഷകൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? അനുജ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ക്ലാസിക് പോരാട്ടങ്ങളിൽ ഒന്നാകും തിരുവനന്തപുരത്ത് നടക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം വിശ്വപൗരനും ഒപ്പം CPIക്കായി മത്സരിക്കുന്നത് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ജനപ്രിയനായ ഒരു മുഖവും ഒപ്പം കേന്ദ്രമന്ത്രിയും, അങ്ങനെ 3 പേർ നേരിട്ട് അംഗത്തിന് ഇറങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ 2 തവണയും ഈ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തേക്ക് BJP ആണ് എത്തിയത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത്തരത്തിലൊരു ത്രികോണ മത്സരത്തിന്റെ സാധ്യത തന്നെയാണ് മണ്ഡലത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും മണ്ഡലം മറിയാം, അത് ഏത് മുന്നണിയിലേക്ക് വേണമെങ്കിലും മണ്ഡലം മറിയാമെന്നൊരു സ്ഥിതിയുണ്ട്. അത് 3 മുന്നണികളും കണക്ക് കൂട്ടി തന്നെയാണ് നിൽക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായാണ് 2005-ൽ കൈവിട്ടുപോയ മണ്ഡലം, അതിനുശേഷം കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി പന്ന്യൻ രവീന്ദ്രൻ തന്നെ, അന്ന് MP ആയ പന്ന്യൻ രവീന്ദ്രനെ തന്നെ കളത്തിലേക്ക് CPI ഇറക്കിയിരിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷ CPIയെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഒരിക്കൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതാണ്. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരംകാരനായ പന്ന്യൻ രവീന്ദ്രന് മണ്ഡലത്തിൽ വലിയ സ്വാധീനമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്വാധീനം വോട്ടാക്കി മാറ്റുകയും വീണ്ടും തിരുവനന്തപുരം LDF തിരിച്ചു പിടിക്കാനും പറ്റുമെന്നൊരു കണക്കുകൂട്ടൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് റോഡ് ഷോകളിൽ ഉൾപ്പെടെ, ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ നടന്ന റോഡ് ഷോകളിൽ ഉൾപ്പെടെ വന്ന ജനക്കൂട്ടം വോട്ടാകുമെന്ന പ്രതീക്ഷ LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു പേര് പോലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലൊന്നും ആലോചനയിലേ വേണ്ടായിരുന്നു. ആ നിലയിൽ മണ്ഡലത്തിൽ വലിയ ശക്തനായ, വലിയ സ്വാധീനം ഇതിനോടകം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേതാവാണ് നിലവിൽ MP കൂടിയായ ശശി തരൂർ. അത് 2009-ലും 2014-ലും 2019-ലും വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തോടെ ശശി തരൂർ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അത് മാത്രമല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ അവരുടെ ഒരു സ്റ്റാർ മണ്ഡലം അല്ലെങ്കിൽ A ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. 2014-ലും 2019-ലും ഇവിടെ O രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ എന്നിവർ BJPയുടെ സ്ഥാനാർത്ഥികൾ, അവരായിരുന്നു 2ാം സ്ഥാനത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെ ആഞ്ഞു പിടിച്ചാൽ 1ാം സ്ഥാനത്തേക്ക് എത്താം എന്നുള്ളൊരു മത്സരമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് 1ാം സ്ഥാനത്ത് ആര് എന്നത് മാത്രമല്ല, 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും ആര് എന്നത് കൂടി ഫിനിഷ് ചെയ്യുമെന്നത് കൂടി ഒരു ചോദ്യമാണ്. 3 മുന്നണികളും അതുകൊണ്ട് തന്നെ കൊണ്ടുപിടിച്ചൊരു പ്രചാരണം നടത്തുന്നുണ്ട്. വലിയ നിലയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി 3 മുന്നണികളും മുന്നോട്ട് പോവുകയുമാണ്. അനുജ, ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്തെ മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് സലിം മാലിക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.